ഫസ്റ്റ് ടൈം അധികം പേർക്കും വേദന ഉണ്ടാകും എന്ന് എനിക്കറിയാം. എന്റെ സമ്മതം ചോദിച്ചില്ലേ, പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി, നമുക്ക് ഉറങ്ങാൻ ദേവേട്ടാ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കും ഉണ്ട് നല്ല ക്ഷീണം. ആദ്യമായിട്ടല്ലേ മോളെ ഈ പരിപാടി. സോ ഒന്ന് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഞാൻ ഇതിലൊരു പ്രോ ആകും മോളെ. അപ്പൊ ഇനി മുതൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ. നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിക്കില്ലേ നച്ചു? എനിക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ദേവേട്ടാ. അല്ല, ആരുടെ ഐഡിയ ആണത്? എന്തായാലും നിന്റെ തലയിൽ ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് സംശയം കുറ്റുബുദ്ധിയുടെ ഹോൾസെയിൽ ഡീലറായ എന്റെ പുന്നാര അനിയത്തിയാണ്. എങ്കിൽ ദേവേട്ടന്റെ സംശയം ശരിയാണ്. എന്റെ ദൈവമേ, ഈ പെണ്ണിന് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നുവോ എന്തോ. അല്ല, അവളും അജുവിന്റെ അടുത്ത് ഇത് പരീക്ഷിച്ച് നോക്കുന്നുണ്ടാവില്ലേ? ദേവേട്ടനെ പോലെയല്ല എന്റെ അജു. അവനെ നല്ല കൺട്രോളാണ്, ഇതിലൊന്നും വീഴില്ല. മിക്കവാറും അവന്റെ റിസൾട്ട് 10 മാസം കഴിയുമ്പോൾ വരും. അപ്പൊ അറിയാം നിന്റെ അജുവിന്റെ കൺട്രോൾ എത്ര ഉണ്ടെന്ന്. അപ്പൊ ദേവേട്ടന്റെ റിസൾട്ട് വരില്ലേ? എന്തേ, വരണോ? എനിക്കേ എന്റെ ഈ പെണ്ണിനെ കുറച്ച് നാളത്തേക്ക് അമ്മ ആക്കാനും എനിക്ക് അച്ഛനാകാനും ഒന്നും യാതൊരു ഉദ്ദേശവും ഇല്ല. സോ നമുക്ക് ലൈഫൊക്കെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് മതി പാരന്റ്സ് ആവുന്നത്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരെ വളർത്തുന്നത് അത്രയും കെയറും സ്നേഹവും ഒക്കെ കൊടുത്താവണം. അതിന് ഒരുപാട് ആഗ്രഹിച്ച് കുഞ്ഞിനെ കിട്ടുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിന്റെ അഭിപ്രായം എന്തായാലും പറഞ്ഞു. എനിക്കും ദേവേട്ടന്റെ അതേ അഭിപ്രായമാണ്. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാനുണ്ടായത്. അതായിരിക്കും അവർ എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ഉറങ്ങാൻ ദേവേട്ടാ. ദൈവമേ, അപ്പുവിന്റെ അവസ്ഥ എന്തായോ എന്തോ. അതേസമയം അപ്പുവിന്റെ റൂം. അജു ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അപ്പു ഭക്ഷണമൊക്കെ കഴിച്ച് മുറിയിലേക്ക് വന്നു. ദൈവമേ, അജുവേട്ട ഇതിലെങ്കിലും വീഴണേ. എന്റെ അവസാന കച്ചിത്തുരുമ്പാണ്. ഇതിൽ കൂടി പരാജയപ്പെട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് കയറി പീഡിപ്പിക്കേണ്ടി വരും. വേഗം ഒരു സാരിയും ബ്ലൗസും എടുത്ത് അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ മോളെ ഈ സാരിയൊക്കെ എന്തിനാ? അത് പിന്നെ അമ്മേ, അജുവേട്ട ഇന്നലെ എന്നെ കളിയാക്കി എനിക്ക് സാരി ഉടുക്കാവൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഇന്ന് അജുവേട്ടൻ വരുമ്പോ എനിക്കൊന്ന് ഞെട്ടിക്കണം. അതിന് അമ്മ ഇതൊന്നും ഉടുത്ത് സഹായിച്ചേ പറ്റൂ. വേറെ ആരോടും പറയാനും പാടില്ല ഉടുത്തു തന്നത്. അതൊക്കെ ഞാൻ ഏറ്റു. സീത വേഗം തന്നെ സാരി നല്ല രീതിയിൽ ഉടുത്തു കൊടുത്തു. അമ്മേ, ഇത്ര വൃത്തിയിലൊന്നും ഉടുക്കല്ലേ, പിന്നെ പിന്നൊന്നും കുത്തണ്ട. അയ്യോ മോളെ, അപ്പൊ സാരി അഴിഞ്ഞു പോവില്ലേ? എന്റെ അമ്മയെ, അജുവേട്ട എന്നല്ല ആരും വിശ്വസിക്കാൻ പോണില്ല ഞാൻ ഇത്ര അടിപൊളിയായി സാരി ഉടുത്തു എന്ന് പറഞ്ഞ. പിന്നെ പിന്നൊക്കെ കുത്തിയ അത് അഴിക്കാനും ഞാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വരും. സത്യത്തിൽ എന്താണ് അപ്പുമ്മയുടെ ഉദ്ദേശം? എനിക്കങ്ങനെ ദുരുദ്ദേശം ഒന്നുമില്ല അമ്മേ. അത് ഞാൻ നിനക്ക് ദുരുദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ മോളെ. എന്റെ മോന് നീ എന്തോ പണി കൊടുക്കാനാണ് ഇതൊക്കെയെന്ന് എനിക്ക് നീ വന്നപ്പോഴേ മനസ്സിലായതാ. ഞാനേ അജുവേട്ടനെ ഒന്ന് പ്രലോഭിപ്പിക്കാനുള്ള പ്ലാനിലാണ്. അമ്മ ആരോടും പറയലേ. ഞാനായിട്ട് ആരോടും പറയില്ല. പക്ഷെ ഇപ്പൊ എന്നോട് പറഞ്ഞതുപോലെ നീ തന്നെ വേറെ ആരോടും പറയരുത്. എല്ലാം ഓക്കെ ആയില്ലേ? ഇനി അമ്മ പോയി ഉറങ്ങട്ടെ. അജു വരുമ്പോ നീ തന്നെ ഫുഡൊക്കെ എടുത്തു കൊടുത്താ മതി. എനിക്ക് വയ്യ ഇനി ഒന്നും കണ്ട് ബോധം പോവാ. ഒന്ന് പോ അമ്മ, എന്നെ ചുമ്മാ കളിയാക്കാതെ. ദൈവമേ, എന്റെ മോനെ നീ തന്നെ കാത്തോളണേ. എന്റെ കാര്യം കൂടി പറ അമ്മ ദൈവത്തോട്. എന്നിട്ട് വേണം ദൈവം എനിക്കൊരു പണി തരാൻ. നീ പണി ചോദിച്ചു വാങ്ങാൻ പോവല്ലേ? പിന്നെന്തിനാ മോളെ അതിനിടയിൽ ദൈവത്തിനെ വെറുതെ വിളിക്കുന്നേ? അതും ശരിയാണല്ലോ. എനിക്ക് അമ്മ പോയി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ നോക്ക്. പുറത്തുനിന്ന് എന്തേലും ശബ്ദം കേട്ടാ ഒന്നും ഇറങ്ങി വന്നേക്കരുത്. ഞാൻ ഇനി നേരം വെളുക്കാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. പോരെ, അച്ഛനെ ഒന്ന് പിടിച്ചു വെച്ചേക്കണേ. ഒരു മോൾ അമ്മായിയമ്മയോട് പറയുന്ന കാര്യമാണല്ലോ ഇത്. എന്റെ സീതക്കുട്ടി അതിന് മറ്റുള്ള അമ്മായിയമ്മയെ പോലെ അല്ലല്ലോ. ഇതെന്റെ സ്വീറ്റ് അമ്മക്കുട്ടിയല്ലേ. ഷോപ്പിങ്ങിലൊന്നും ഞാൻ വീടില്ല മോളെ. എങ്കിൽ ഞാൻ പുറത്തു പോകുമ്പോ മുട്ടായി വാങ്ങിത്തരാം. പോരെ. ഗുഡ് നൈറ്റ്, ഓൾ ദ ബെസ്റ്റ് മോളെ. ഗുഡ് നൈറ്റ് അമ്മ. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞാണ് അന്ന് അജു വന്നത്. അവൻ വേഗം റൂമിൽ പോയി ഫ്രഷ് ആയി വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ട് കിടന്നു എന്ന് തോന്നും. ഇന്ന് കുറച്ചധികം നേരം വൈകിയല്ലോ, അതാവും. അല്ല, എന്റെ ആകെയുള്ള ഭാര്യ ഇതവിടെ പോയി? റൂമിലും കണ്ടില്ലല്ലോ. ഇന്നിന് തറവാട്ടിൽ നിന്ന് വന്നില്ലേ? ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. പാവം അജുനും അവൾക്കും വെറുതെ ഇരുന്ന് മടുക്കുന്നുണ്ടാവും. ഹണിമൂണിന്റെ കാര്യം സർപ്രൈസ് ആക്കി വെച്ചോണ്ട് അതും പറയാൻ പറ്റില്ലേ. ഇനി 2 ദിവസം കഴിഞ്ഞ മണാലി ആൻഡ് കാശ്മീർ 10 ദിവസത്തെ ഹണിമൂൺ പാക്കേജാണ് ബുക്ക് ചെയ്തത്. 2 എണ്ണോ അറിഞ്ഞ പിന്നെ നിലത്തൊന്നും ആവില്ല. വേഗം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പാത്രം കഴുകി വെച്ച് റൂമിലേക്ക് വന്നു. ഫോൺ എടുത്ത് അപ്പുവിനെ വിളിക്കാൻ പോകുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്നെന്തോ ശബ്ദം കേട്ടത്. ഇവൾ ഇവിടെയാണോ ഉള്ളത്? റൂമിന്റെ ഡോർ ലോക്ക് ചെയ്ത് ബാൽക്കണിയിലേക്ക് വന്ന അജുവിന്റെ കണ്ണുകൾ രണ്ടും അത്ഭുതം കൊണ്ട് വിടർന്നു. ഓ മൈ ഗോഡ്, റെഡ് കളർ നെറ്റ് സാരി അലസമയം ഉടുത്ത് മുടി അഴിച്ചിട്ട് റെയിലിംഗിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അപ്പു. ഇവൾ ഇന്നെന്റെ കൺട്രോൾ കളയുമെന്നാ തോന്നുന്നത്. മെല്ലെ പിറകിലൂടെ ചെന്ന് മുടി എടുത്ത് മുന്നിലേക്കിട്ട് അവളുടെ പുറത്തേക്ക് ചുണ്ടു ചേർത്തു. അവളൊന്ന് മെല്ലെ കുതറി അവന് നേരെ തിരിഞ്ഞു. എന്റെ അപ്പു, നീ എന്നെ കൊല്ലു. എനിക്ക് അത്രയ്ക്കൊന്നും കൺട്രോൾ ഇല്ലടി. ഞാൻ പറഞ്ഞോ അതിന് കൺട്രോൾ ചെയ്യാൻ? മെല്ലെ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു, മൂക്കിലൊന്ന് കടിച്ചു. വിരലുകളെ ചുണ്ടി തഴുകിയപ്പോൾ അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു. അതുകൂടി കണ്ടപ്പോ അജുവിന് അവളെ ചുംബിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചുണ്ടുകൾ രണ്ടും തന്റെ ചുണ്ടുകളെ പൊതിഞ്ഞു ചുംബിച്ചു തുടങ്ങി. അവൻ തുടങ്ങി വെച്ചത് വൈകാതെ അവളും ഏറ്റെടുത്തു. രണ്ടാളും ഇതുവരെ അറിയാത്ത പുതുരുചി ആസ്വദിക്കുകയായിരുന്നു. ശ്വാസം കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ അപ്പു അജുവിനെ മെല്ലെ ഒന്ന് നെഞ്ചിപ്പിടിച്ച് തള്ളി.
അവൻ അവളുടെ കഴുത്തിലേക്ക് ചുണ്ടും നാവും ചേർത്ത് ചുംബിക്കാൻ തുടങ്ങി. അവൾ പോലും അറിയാതെ സാരി മാറി നിന്ന് അഴിഞ്ഞ് നിലത്തേക്ക് വീണു. കഴുത്ത് താണ്ടി അവന്റെ പ്രയാണം ബ്ലൗസിന് മുകളിലൂടെ അവളുടെ മാറിലേക്കെത്തി. അവിടെ ചുംബിക്കുന്നതിനോടൊപ്പം കൈകൾ കൊണ്ട് കൊളുത്തുകൾ അടർത്തി മാറ്റി ബ്ലൗസിനെ അവളിൽ നിന്ന് വേർപെടുത്തി. ഇപ്പൊ ഇന്നർ മാത്രമാണ് അരയ്ക്ക് മുകളിലേക്ക് അവളുടെ ദേഹത്തുള്ളത്. അതിന്റെ കൊളുത്തും അവൻ കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോയി വേർപെടുത്തി. താൻ ഇട്ടിരുന്ന ടീഷർട്ടും അഴിച്ചു മാറ്റി. അവൾ അവനെ തന്റെ ഇരു കൈകൾ കൊണ്ടും ദേഹത്തേക്ക് അമർത്തിപ്പിടിച്ചു. നഗ്നമായ മേനികൾ തമ്മിൽ ചേർന്നപ്പോൾ തങ്ങൾക്കിനി എന്തൊക്കെയോ വേണമെന്ന തോന്നലായിരുന്നു രണ്ടാൾക്കും. അവൻ ബാക്കിയുണ്ടായിരുന്ന സാരി കൂടി അഴിച്ച് അവളെ തന്റെ കൈകളെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി. തിരിച്ചു വന്ന് ബാൽക്കണി ഡോർ അടച്ചു കുറ്റിയിട്ടു. അജു വരുന്ന കണ്ടപ്പോ അപ്പൊ പെട്ടെന്ന് കമിഴ്ന്നു കിടന്നു. അവൻ അവളുടെ പുറം മുഴുവൻ തന്റെ ചുണ്ടുകളാലും നാവിനാലും ഒരു യാത്രികനെ പോലെ സഞ്ചരിച്ചു. മെല്ലെ അവളെ തിരിച്ചു കിടത്തി ദേഹത്തേക്ക് അമർന്നു. തന്റെ നാവ് കൊണ്ട് കൈകൊണ്ടും അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു. ഇടയിൽ എപ്പോഴോ ബാക്കിയുണ്ടായിരുന്ന ഉടയാടകൾ അടർന്നു മാറി രണ്ടാളും പൂർണ്ണ നഗ്നരായി ഒന്നു ചേർന്നു. അപ്പുവിന് പൂർണ്ണ സമ്മതമാണോ എന്ന് ചോദിക്കാൻ ഇതിനിടയിലും അജു മറന്നില്ല. തങ്ങൾ പരസ്പരം പൂർണ്ണമായും ഒന്നു ചേർന്നു എന്ന് ഓർത്തപ്പോൾ തന്നെ രണ്ടാൾക്കും ഒരുപാട് സ്നേഹം തോന്നി. അപ്പുവിന്റെ നെറ്റിയിലും കവളിലും ഒക്കെ അജു തന്റെ സ്നേഹമുദ്രണങ്ങൾ പതിപ്പിച്ചു. അപ്പു, അറിയോ ഓക്കെ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കുറച്ച് വേദനയുണ്ട്. അത് കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ അജു ഏട്ടാ, അതായിരിക്കും. എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ പറയണേ അപ്പു. നീ പറയാതെ എനിക്കറിയാൻ പറ്റില്ല. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അജു ഏട്ടാ. അതൊക്കെ പിന്നീട് ശരിയാകും എന്നാണ് കല്യാണം കഴിഞ്ഞ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഡെയിലി ചെയ്യണം എന്നാണല്ലേ മോൾ പറയുന്നത്? പിന്നെ ഡെയിലി ചെയ്യാൻ ഇതെന്താ എക്സസൈസ് ആണോ? ഇതാണ് മോളെ ഒരു മനുഷ്യനും മനസ്സിനും ശരീരത്തിനും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സസൈസ്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഇതൊരു ശീലമാക്കുക എന്നാണ് വിചാരിക്കുന്നത്. നിനക്കൊരു എക്സസൈസ് കൊണ്ട് ഗുണമേ ഉണ്ടാകും. സോ എന്റെ കൂടെ കൂടിക്കോ. എനിക്കിനി വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ലല്ലോ. അടങ്ങി ഒതുങ്ങി ജീവിച്ചു പോയ എന്നെ എന്തൊക്കെയോ കാണിച്ച് പ്രലോഭിപ്പിച്ചത് നീയല്ലേ. ഇനി അങ്ങോട്ട് മോൾ എന്നെ സഹിച്ചേ പറ്റൂ. ഇതിനെയാണല്ലേ അവനവൻ കുരുക്കുന്ന കുരുക്ക് എന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത്. മോൾക്കായിരുന്നല്ലോ ആക്രാന്തം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ. ഉറങ്ങിക്കിടക്കുന്ന റൊമാന്റിക് സിംഹത്തെ ഞാൻ ഐറ്റം ഡാൻസ് കളിച്ച് എണീപ്പിച്ചത് പോലെയായല്ലേ. അച്ചുചേച്ചിയുടെ അവസ്ഥ എന്തായി കാണും? അവൾക്ക് അതിനെന്ത് പറ്റി? ഞാൻ ഈ ഐഡിയ ചേച്ചിക്കും പറഞ്ഞു കൊടുത്തു. എന്റെ അപ്പോ നിനക്കിത് എവിടെ നിന്ന് കിട്ടി ഇമ്മാതിരി ഐഡിയ ഒക്കെ? പിന്നെ നിങ്ങൾ രണ്ടാള് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഹണിമൂണിന് കൊണ്ടുപോയോ? പോട്ടെ, ഫസ്റ്റ് നൈറ്റ് പോലും നടത്തിയോ? അതല്ലേ ഞാൻ ഇമ്മാതിരി ഐഡിയ ഒക്കെ എടുക്കേണ്ടി വന്നത്. എന്തായാലും മോൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത് നന്നായി. ഞാനും ശിവയും രക്ഷപ്പെട്ടില്ലേ. ഇനി ഇതുപോലുള്ള നല്ല ഐഡിയ ഒക്കെ അപ്പൊ മോൾക്ക് തോന്നാൻ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഒരാൾക്ക് അബദ്ധം ഒരിക്കലേ പറ്റുമോ ചേട്ടാ. ഇതിൽ നിന്ന് തന്നെ ഞാൻ നന്നായി. സമയം എന്തായിരുന്നു വല്ല വിചാരം ഉണ്ടോ മോൾക്ക്? ഇനി അതിനെ എനിക്കാണോ കുറ്റം? ഇത്രയും നേരം കണ്ടില്ലല്ലോ സമയത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും. അത് പിന്നെ ഞാൻ സീരിയസ് ആയി ഒരു പണിയിലിരിക്കുവല്ലേ. അപ്പൊ കോൺസെൻട്രേഷൻ മുഴുവൻ അതിൽ മാത്രമായിപ്പോയി. ഇത്രയും ശ്രദ്ധയൊക്കെ വേറെ വല്ലതിനും കാണിച്ചിരുന്നേ അജുവായിട്ട് ഇന്ന് എവിടെ എത്തിയേനെ. ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുന്നതല്ലേ മോളെ. ഇതുപോലെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ. നമുക്കിനി കിടന്നുറങ്ങാം, അതാ നല്ലത്. ഇനി ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് എന്തേലുമൊക്കെ തോന്നും മോളെ. മോൾക്ക് ഇന്നിനി അത് താങ്ങില്ല. രാവിലെ എഴുന്നേക്കുമ്പോ നച്ചുവിന് ശരീരം മൊത്തം വേദന എടുക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. വേഗം പോയി കുറച്ചു സമയം ഷവറിന്റെ കീഴിൽ നിന്നു. ദേഹം എല്ലാം നീർന്നത് പോലെ തോന്നി വെള്ളം വീഴുമ്പോ. കുളിച്ചിറങ്ങി ഫുൾ കഴുത്തൊക്കെ കവർ ചെയ്യുന്ന ഹൂഡി എടുത്തിട്ട് ഒരു പാന്റും കൂടെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി. ദേവിയുടെ അപ്പോഴും ഉറങ്ങുന്നുണ്ടായിരുന്നു. മെല്ലെ അടുത്തേക്ക് ചെന്ന് മുടിയിലുണ്ടായിരുന്ന വെള്ളം മുഖത്തേക്ക് കുടഞ്ഞു. എന്റെ നച്ചു, നീ രാവിലെ തന്നെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചീപ്പിച്ച് അടങ്ങുമല്ലേ. ഇനി എന്തേലും ചെയ്യാൻ ഇങ്ങോട്ട് വാ. കുളിക്കുമ്പോ ദേഹം മൊത്തം പൂച്ചലൊക്കെ എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ എന്നെ കടിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് ഒരു സംശയവും ഇല്ലാതില്ല. അതാണോ നീ ഇതൊക്കെ ഇട്ടത്? പോട്ടെ, സാരയില്ല. ഇന്ന് ദേവട്ടെ സ്നേഹിക്കുമ്പോ ഇത്രയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ടല്ലേടി, അതാ ഇച്ചിരി ആക്രാന്തം കൂടിപ്പോയി എന്ന് തോന്നുന്നു. പിന്നെ നീയും മോശമൊന്നുമല്ല. എന്റെ പുറത്തൊക്കെ മോളൊന്ന് നോക്കിക്കേ. പൂച്ച പോലെ ഇങ്ങനെ മാന്തി പറിക്കില്ല. ഇനി ഞാൻ കുളിക്കുമ്പോ അറിയാം ഏറെ എവിടെയൊക്കെ ഉണ്ടെന്ന്. എനിക്കും ഫസ്റ്റ് ടൈം അല്ലേ, സോ ഞാനും നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചോളാം. നിനക്ക് കുറച്ചു നേരം കൂടി കിടന്നൂടെ? എന്തോ ഉറക്കൊക്കെ പോയി. പിന്നെ ഒന്ന് കുളിക്കാന്ന് കരുതി. നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ചുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് അധികം അപ്പൂന്റെ കൂടെ നടക്കാന്ന് നിൽക്കണ്ട. നല്ലോണം റെസ്റ്റ് എടുക്ക്. എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ഇനി വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്ക് ഓഫീസിൽ പോയേ പറ്റും. അർജന്റ് മീറ്റിംഗ് ഉണ്ട്, മാറ്റിവെക്കാനൊന്നും പറ്റില്ല. അതാ ഞാൻ ഓക്കെയാണ് ദേവേട്ടാ. ഫ്രഷായി താഴേക്ക് വാ, ഫുഡ് കഴിക്കാം. അച്ഛനും അമ്മയും ശിവയും ഓഫീസിലേക്ക് പോയതോടെ മുത്തശ്ശിയും മുത്തശ്ശനും നച്ചുവും മാത്രമായി വീട്ടിൽ. പതിവ് സമയമായിട്ടും അപ്പു ഒന്നും വന്നില്ല. ഇന്നെന്താ അപ്പു മോളെ ഒന്നും കാണുന്നില്ലല്ലോ? എന്തെങ്കിലും അസുഖം വല്ലതും ആയിട്ടുണ്ടാവോ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ മുത്തശ്ശി. ഹലോ അപ്പു, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരാത്തെ? എനിക്ക് വയ്യ ചേച്ചി. എന്തു പറ്റി? നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അജുവേട്ട ഹോസ്പിറ്റലിൽ പോകാം എന്ന് ഒരുപാട് പറഞ്ഞതാ. ഞാൻ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നോക്കാം. മാറിയില്ലെങ്കിൽ നാളെ പോവാന്ന് പറഞ്ഞു. ഓഫീസിലേക്ക് ഇപ്പൊ പോയതേ ഉള്ളൂ.
അപ്പൊ നിന്റെ ഐഡിയ സക്സസ് ആയി എന്ന് മനസ്സിലായി. ചേച്ചിയുടെ അവസ്ഥ എന്താ? നിന്റെ സെയിം അവസ്ഥ തന്നെ. എനിക്ക് ഇന്നൊരു ദിവസം നല്ലോണം കിടന്ന് റെസ്റ്റ് എടുക്കും. മുത്തശ്ശി നിന്നെ ചോദിച്ചു, അതാ ഞാൻ ഫോൺ വിളിച്ചത്. എനിക്ക് നല്ല വയറുവേദന ആണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെടി, നല്ലോണം ഫുഡൊക്കെ കഴിച്ച് വെള്ളം കുടിക്കണേ. അപ്പോ മുത്തശ്ശി അപ്പൂന് വയറുവേദനയാണ്, അതാ അവരൊന്നും വരാതിരുന്നത്. നച്ചുമോൾക്ക് എന്ത് പറ്റിയെന്ന് ഒരു ഉഷാറില്ലല്ലോ. എനിക്കും എന്തോ വയ്യ മുത്തശ്ശി. ഇനി മോള് പോയി കിടന്നോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാകുമ്പോ ഞാൻ വിളിക്കാം, അപ്പൊ എഴുന്നേറ്റാ മതി. മുത്തശ്ശി കൂടി പറഞ്ഞതോടെ നച്ചു മുറിയിലേക്ക് വന്ന് കിടന്നു. ശരീരത്തിന് ക്ഷീണമൊക്കെ കാണാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോ തന്നെ അവൾ ഉറങ്ങി. അന്ന് രാത്രി വരെ നച്ചുവും അപ്പവും കിടന്നും ഇരുന്ന സമയം കളഞ്ഞു, അല്ലാതെ ഓടാനും ചാടാനും ഒന്നും നിന്നില്ല. രാത്രി ആകുമ്പോഴേക്കും രണ്ടാളും ഏകദേശം ഓക്കെ ആയിരുന്നു. നച്ചു ഓക്കെ ആയോ? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ദേവേട്ടാ. എങ്കിൽ നീ കിടന്നു, എനിക്ക് കുറച്ച് പണിയുണ്ട്. ശിവ ലാപ്ടോപ്പ് എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ഹലോ അജു, നീ അപ്പുവിനോട് പറഞ്ഞോ നാളെ പോകുന്ന കാര്യം? ഇല്ല ശിവേട്ടാ. അത് പിന്നെ അവൾക്ക് വയ്യ, അതാ എനിക്ക് പറയാൻ ഒരു മടി. എന്തു പറ്റി അവൾക്ക്? ഹോസ്പിറ്റലിൽ പോയില്ലേ? ചോദിച്ചു കഴിഞ്ഞാണ് ശിവയ്ക്ക് അപ്പുവിന് എന്താ പ്രോബ്ലം എന്ന് ഓർമ്മ വന്നത്. അവൾ കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. രാവിലെ തീരെ വയ്യായിരുന്നു, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. നച്ചുവിന്റെ അവസ്ഥ സെയിം ആണ്. അജു അത് കേട്ടപ്പോ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. ഫ്രണ്ട്സിനെ പോലെ ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ പരസ്പരം പറയാൻ ഒരു ചാൻസ് ഉണ്ടായത് ഇപ്പോഴാണ്. എന്തൊക്കെയോ ചോദിക്കാനുണ്ട്, എന്നാൽ രണ്ടാൾക്കും ഓപ്പോസിറ്റ് ഉള്ളത് പെങ്ങളാണെന്നുള്ള ഒരു മടിയും ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാകില്ല അജു, വേണമെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാം എന്ന് അവളോട് പറ. അവളും അങ്ങനെയാ പറഞ്ഞ്, ആവശ്യമുണ്ടെങ്കിൽ കാണിക്കാന്ന്. നാളെ രാത്രിയല്ലേ ഫ്ലൈറ്റ്, സോ ഇന്ന് എന്തായാലും ജസ്റ്റ് ഒരു യാത്ര പോകുന്നെന്ന് പറഞ്ഞ് പാക്കിംഗ് ഒക്കെ ചെയ്തു. അല്ലേ പിന്നീട് ഒന്നിനും ടൈം കിട്ടില്ല. എന്തായാലും മെഡിസിൻ ഒക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം, കുറച്ച് ദിവസം ഉള്ളതല്ലേ ട്രിപ്പ്. ശിവയോ അജു നച്ചുവിനോടും അപ്പൂനോടും തങ്ങളൊരു ട്രിപ്പ് പോകുന്നുവെന്ന് മാത്രം പറഞ്ഞു. കുറച്ച് ദിവസത്തേക്കുള്ള ഡ്രസ്സും മറ്റും പാക്ക് ചെയ്തു. അവരെ അറിയിക്കാതെ അജുവും ശിവയും ജാക്കറ്റും മറ്റും ബാഗിൽ എടുത്തു വെച്ചു. വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു എവിടെയാണ് പോകുന്നതെന്ന്. ആന്റിക്ക് അറിയാലോ ഞങ്ങൾ എവിടെയാ പോകുന്നതെന്ന്, പിന്നെന്താ പറയാത്തത്? ഞാൻ അമ്മയോട് പറഞ്ഞതാ നിങ്ങളോട് പറയണ്ടെന്ന്. പറഞ്ഞ പിന്നെ അതിലെന്താ സർപ്രൈസ് ഉള്ളത്? സോ നിങ്ങൾ രണ്ടും അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു, പോരെ? ദയവേട്ട പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. നിനക്ക് ഡോക്ടറെ കാണേണ്ട എന്ന് ഉറപ്പല്ലേ? നാളെ പോകാനാവുമ്പോഴേക്കും ഞാൻ ഫുള്ളായിട്ട് ഓക്കെ ആവും. രാവിലെ ഉറങ്ങി എണീറ്റത് മുതൽ നച്ചു ആകെ എക്സൈറ്റ്മെന്റിലാണ്. എവിടെയാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിലും തങ്ങൾ നാലാളുമാണ് പോകുന്നത് എന്നുള്ളത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൂനെ വിളിച്ചു നോക്കിയെങ്കിലും അവൾക്കും അറിയില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഇനി ആരോടും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി. രണ്ടാളും കല്യാണത്തിന് മുമ്പ് പ്ലാൻ ചെയ്തതൊക്കെ ഇതായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഉച്ച ആയപ്പോൾ ദേവേട്ടനും അജു ഓഫീസിൽ നിന്ന് വന്നു. കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം തീർക്കാനുള്ള വർക്കൊക്കെ തീർക്കാനുള്ള ധൃതിയിലായിരുന്നു അവർ. നച്ചു എല്ലാം എടുത്തു വെച്ചില്ലേ? അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാമല്ലോ. അതൊക്കെ നടക്കുമോ എന്നൊന്നും അറിയില്ല. അതെന്താ, ഷോപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്താണോ നമ്മൾ പോണത്? അയ്യടാ, അങ്ങനെ ഇപ്പൊ മോൾ പോകുന്ന സ്ഥലം അറിയണ്ട. ഓ, ഇത്ര നേരം കാത്തിരിക്കാമെങ്കിൽ ഇനി കുറച്ച് സമയം കൂടി നിൽക്കാൻ എനിക്ക് കഴിയും. രാത്രി 7 മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഇറങ്ങാം, അച്ഛൻ കൊണ്ട് വിട്ടോളും. കുറച്ച് സമയം മമ്മയും പപ്പയും വന്നതുകൊണ്ട് അവരോട് സംസാരിച്ചു. ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഇപ്പൊ രണ്ടാളെയും കാണാൻ പറ്റുന്ന ഒക്കെ കുറവാണ്. മമ്മ എന്നോട് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്നൊന്നും പറയുന്നില്ലേ? അല്ലേ എവിടെയെങ്കിലും ഞാനും അജുവും പോകുമ്പോ അമ്മയ്ക്ക് ഒരു ലോഡ് ഉപദേശം തരാൻ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ രണ്ടാളും മാത്രമല്ലല്ലോ, ശിവ കൂടെ ഇല്ലേ? അവൻ നിന്നെ നോക്കിക്കോളാം. അജു ആണെ നീ എന്ത് പറഞ്ഞാലും അവൻ അതും കേട്ട് നിന്റെ ഇഷ്ടത്തിനെ നടക്കും. ശിവയ്ക്ക് നിങ്ങളെക്കാൾ വിവരം കുറച്ച് കൂടുതലുണ്ട്, സോ എനിക്ക് സമാധാനത്തോടെ നിൽക്കാം. ഞങ്ങൾ രണ്ടാൾക്കും വിവരം ഇല്ലെന്നല്ലേ മമ്മ പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല, മെച്യൂരിറ്റി കുറവാണ് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, ഇത്രയൊക്കെ മെച്യൂരിറ്റി മതി. ഇനിയും കൂടിയാലേ ലൈഫ് മൊത്തം ട്രാജഡി ആയിപ്പോ. ഇതാ ഞാൻ പറഞ്ഞത്, എന്ത് പറഞ്ഞാൽ നീ എന്തേലും തിരിച്ചു പറയുന്നു. ഒന്ന് നിർത്തോ രണ്ടാളും. പപ്പ, ഞാനല്ല ഈ മമ്മ ഓരോന്ന് പറഞ്ഞ് എന്നോട് വഴക്കിന് വരുന്നത്. പിന്നെ എനിക്ക് അറിയാത്തതാണല്ലോ എന്റെ മോളെയും ഭാര്യയും, രണ്ടും കണക്കാണ്. എന്റെ ശിവ, ഇവർ രണ്ടും കൂടി എന്നും ഇതാണ് പരിപാടി. ഇനി ഞാൻ എന്തേലും പറയാൻ പോയാലോ എന്റെ മേലേക്ക് കയറിക്കോളും അമ്മയും മോളും. 7 മണിയായപ്പോ അജുവും അപ്പവും അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ വന്നു. പെട്ടെന്ന് തന്നെ ശിവയും അച്ഛനും കൂടി റെഡിയായി ഇറങ്ങി. ചന്ദ്രകുമാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയപ്പോൾ ബാക്കിയുള്ളവർ ബാഗൊക്കെ എടുത്ത് കയറി. എല്ലാവരോടും യാത്ര പറഞ്ഞ് വണ്ടി വിട്ടു. എയർപോർട്ടിൽ അവരെ ഇറക്കി ചന്ദ്രകുമാർ തിരിച്ചുപോയി. ചേച്ചി, ഇവരെന്നാലും എവിടേക്കാകും പോകുന്നത്? എന്തായാലും അവിടെ എത്തിയാൽ അറിയാലോ, ഡൽഹി വരെ ഫ്ലൈറ്റിലായിരുന്നു. എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി. ഡൽഹിയിലെത്തി അവിടെ നിന്ന് ബുക്ക് ചെയ്ത ട്രാവൽ ഏജൻസിയുടെ ഏജന്റ് വന്ന് പിക്ക് ചെയ്ത് നേരെ മണാലി. ഓ, മണാലി ആയിരുന്നു നിങ്ങളുടെ സർപ്രൈസ്. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അവര് തന്നെ ഹോട്ടലിൽ കൊണ്ടുവന്നാക്കി. ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് റെഡി ആവുമ്പോഴേക്കും കൊണ്ടുപോകാൻ ആൾ വന്നിരുന്നു. അന്നൊരു ദിവസം മുഴുവൻ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടു. ഇവിടെ പ്രസിദ്ധമാണ് മണികരൻ സാഹിബ്, അവിടെയാണ് ആദ്യം പോയത്. ചൂടുവെള്ള നീരുറവകൾക്ക് വളരെ പ്രസിദ്ധമാണ്. പിന്നെ പോയത് ഹിഡിംബ ദേവി ക്ഷേത്രം, മഞ്ഞുമൂടിയ കുന്നുകൾക്കിടയിലുള്ള ആത്മീയ സങ്കേതം. എല്ലാവരും ആദ്യമായി വരുന്നത് കൊണ്ട് തന്നെ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു.
ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലെ ഒരു വ്യക്തിയായ ഭീമന്റെ ഭാര്യ ഹിഡിംബി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ഗുഹാക്ഷേത്രമാണിത്. ദേവദാരു വനത്താൽ ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രം. എല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എല്ലായിടത്തും നടന്നു കണ്ടു. അപ്പൂനും അച്ഛനും കുറെ നാൾ അടച്ചിട്ട് കൂട് തുറന്നുവിട്ട പക്ഷികളുടെ പോലുള്ള അവസ്ഥയായിരുന്നു. എന്തൊക്കെയോ ഓടി നടന്ന് കണ്ടു തീർക്കാനുള്ള വെപ്രാളമാണ്. അല്ല അജു, നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഹണിമൂണിന് തന്നെയല്ലേ വന്നത്? ഇവരുടെ കളി കണ്ട സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുവന്ന പിള്ളേരാണെന്നാ തോന്നുന്നത്. രണ്ടെണ്ണവും ഒന്നിച്ചാൽ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ. നാട്ടിൽ നിന്ന് പുറത്തൊക്കെ പോയപ്പോ ഞാൻ പെട്ടപാട് എനിക്കേ അറിയൂ എന്റെ ശിവേട്ടാ. അവിടെ ഓരോ സ്ഥലത്തൊക്കെ പോയപ്പോ ഇവരെ ഞാൻ അവസാനം പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോ ഇതൊക്കെ നിസ്സാരം. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ എന്താകും നമ്മുടെ അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നച്ചു, നമുക്ക് റൂമിലേക്ക് പോയാലോ? നല്ല തണുപ്പല്ലേ? എനിക്കിതൊന്നും തണുപ്പേ അല്ല ദേവേട്ടാ. പക്ഷെ അപ്പൂന് നല്ലോണം തണുക്കുന്നുണ്ട് അല്ലേ? ശിവേട്ടന്റെ റൂമിലേക്ക് പോണെങ്കിൽ അത് പറഞ്ഞാ പോരെ? വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നത്? ദേവേട്ടന് തണുക്കുന്നുണ്ടോ? എങ്കിൽ അടുത്തേക്ക് വാ, ഞാൻ കെട്ടിപ്പിടിച്ചോളാം. ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം? റൂമിൽ പോയാലല്ലേ എന്തെങ്കിലും നടക്കും. ഒന്ന് പോയ ദേവേട്ട, ആരെങ്കിലും കേൾക്കും. പിന്നെ എല്ലാവർക്കും അറിയാം എന്തിനാ ആൾക്കാർ ഹണിമൂണിന് വരുന്നതെന്നൊക്കെ. കുറച്ചു നേരം കൂടി കറങ്ങി നടന്ന് റൂമിലേക്ക് പോകാനായി വണ്ടിയൊക്കെ. ഡേ, നാളെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. പിന്നെന്താ, ശിവേട്ട അവിടെ അടയിരിക്കാൻ പോവാണോ? അതെടി, അതിനുവേണ്ടി മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല പിന്നെ അവളുടെ ഓരോ ചോദ്യങ്ങൾ. ദൈവമേ, ഇങ്ങനെ ഒരു അൺറൊമാൻറ്റിക് മൂലാച്ചിയാണല്ലോ ഞാൻ പ്രേമിച്ചു കെട്ടിയത് എന്ന് ആലോചിക്കുമ്പോഴാണ്